1 ശമൂവേൽ 22 12 മുതൽ 23 വരെയുള്ള വചനങ്ങളുടെ ഷോർട്ട് ബൈബിൾ കമൻ്ററി. ഈ വേദഭാഗത്ത് ശൗൽ രാജാവ് നോബ് ദേശത്തെ പുരോഹിതനായ അഹീമേലെക്കിനെ ചോദ്യം ചെയ്യുന്നതാണ് കാണുന്നത്. ശൗൽ രാജാവിന് വിരോധമായി ദാവീദും അഹീമേലെക്കും എന്തിനാണ് കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ചെയ്യൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ 1 ശമൂവേൽ 21 നാം വായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് അംഗീകരിക്കുവാൻ ശൗൽ തയ്യാറാകുന്നില്ല. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ് ദാവീദ് ശൗലിൽ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോയി ഒരു സന്ദർഭത്തിൽ നോബ് ദേശത്തെ അഹീമേലെക്ക് പുരോഹിതൻ്റെ അടുക്കൽ ദാവീദ് എത്തുന്നു. വിശന്ന ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി പുരോഹിതനോട് ആഹാരം ചോദിക്കുന്നു, അപ്പം ചോദിക്കുന്നു. എന്നാൽ പുരോഹിതൻ്റെ പക്കൽ വിശുദ്ധമായ അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അഹീമേലെക്ക് പുരോഹിതൻ ദാവീദിന് നൽകുന്നു. അതിനുശേഷം ദാവീദ് പുരോഹിതനോട് കുന്തമോ വാളോ മറ്റും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഹീമേലെക്ക് പുരോഹിതൻ ഗോലിയാത്തിൻ്റെ വാൾ ദാവീദിന് നൽകുന്നു. ശൗൽ ദാവീദിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് ശൗലിൻ്റെ അടുത്തു നിന്നും ദാവീദ് ഓടിപ്പോയതാണെന്നും അഹീമേലെക്ക് പുരോഹിതൻ അറിയുന്നില്ല. ഇതൊന്നും അറിയാതെയാണ് പുരോഹിതൻ അപ്പം നൽകുന്നതും വാള് നൽകുന്നതും. ദാവീദിൻ്റെയും അഹീമേലെക്ക് പുരോഹിതൻ്റെയും ഈ കണ്ടുമുട്ടൽ ശൗലിൻ്റെ ഏദോമ്യ ഭൃത്യനായ ദോവേഗ് കാണുന്നുണ്ടായിരുന്നു. ദോവേഗ് ശൗൽ രാജാവിനെ ഈ വിവരം അറിയിക്കുന്നു. അതിനുശേഷമാണ് ശൗൽ രാജാവ് അഹീമേലെക്ക് പുരോഹിതനെ ഇപ്രകാരം ചോദ്യം ചെയ്യുന്നത്. അഹീമേലെക്ക് പുരോഹിതൻ തൻ്റെ നിഷ്കളങ്കത ശൗൽ രാജാവിൻ്റെ സന്നിധിയിൽ അറിയിച്ചെങ്കിലും ശൗൽ അത് കണക്കാക്കിയില്ല. ശൗൽ രാജാവ് അഹീമേലെക്ക് പുരോഹിതനെയും സകല പുരോഹിതന്മാരെയും പുരുഷന്മാരെയും സ്ത്രീകളെയും സകല മൃഗസമ്പത്തുകളെയും കൊന്നുകളയുന്നു. അബ്യാഥാർ എന്ന ഒരുവൻ മാത്രം ശേഷിക്കുന്നു. അവൻ ദാവീദിൻ്റെ അടുക്കൽ എത്തി വിവരങ്ങളെല്ലാം പറയുന്നു. ദാവീദ് പുരോഹിതന്മാരുടെ മരണത്തിന് കാരണക്കാരനായതോർത്ത് ദുഃഖിക്കുന്നു. മുൻപ് അഹീമേലെക്കുമായുള്ള സംഭാഷണം ദോവേഗ് കണ്ട വിവരം ദാവീദിന് അറിയാമായിരുന്നു. ദോവേഗ് ഈ വിവരം ശൗലിനെ അറിയിക്കും എന്നും ദാവീദിന് അറിയാമായിരുന്നു. എന്നിട്ടും അഹീമേലെക്കിനോട് കാര്യങ്ങളെല്ലാം പറയുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ദാവീദ് ഇതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നു.